പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെ പേര് സർപ്രൈസായിട്ട് കൊടുത്തതാണ് ഞാൻ. അതൊരു എന്നെ സംബന്ധിച്ച് ഒരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അത് ഞാൻ എന്തിനത് ചെയ്തതെന്ന് ഞാൻ ഓർത്ത് കരഞ്ഞ ദിവസങ്ങളുണ്ട്. അന്ന് ഞാൻ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ കൂടെ ഇരുത്തിയത് ഒരു ഭയങ്കര ഒരു ഗുണ്ടേനായിരുന്നു എന്തോ. അപ്പോൾ ഇയാളോട് സംസാരിക്കുന്ന അതേ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ആ ദിവസം മാത്രമാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഈ സിനിമ നമുക്ക് വേണ്ട ഉണ്ടെന്ന് പറഞ്ഞു. നാഷണൽ അവാർഡ് എൻ്റെ അച്ഛനാണ്, അച്ഛൻ തന്നെ വന്ന് എടുക്കും. എനിക്കുള്ള നാഷണൽ അവാർഡ് ഞാൻ പിന്നെ ഞാൻ മേടിച്ചോളാം, അത് വേറെ. മേപ്പടൻ എന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ വിഷ്ണു എന്ന ആൾ എഴുതിയ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ പ്ലേയിൽ ഒന്നാണ്. എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഒരു മാർക്ക് ഷീറ്റ് മേടിക്കാൻ വന്നത് 5ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോഴാണ്. എനിക്ക് വേണ്ടി പിന്നെ അച്ഛൻ സ്റ്റേജ് കയറിയത് മേപ്പടേൻ്റെ നാഷണൽ അവാർഡ് മേടിക്കാനാണ്. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനുമില്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. ഇന്നത്തെ നമ്മുടെ അതിഥി ഉണ്ണി മുകുന്ദനാണ്. അതിഥി ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മമിത്രം കൂടിയാണ്. ഉണ്ണി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു. സുഖമായിരിക്കുന്നു? അടിപൊളിയായിട്ട്. അതെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു രംഗത്തെയും തുടങ്ങാൻ തോന്നുന്നു. നമ്മുടെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുന്നു. മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം മേപ്പടിയാന് കിട്ടുന്നു. ആ മേപ്പടിയാൻ്റെ നിർമ്മാതാവ് നിലയിൽ അച്ഛൻ അവിടെ വന്നിട്ട് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് സ്വീകരിക്കുന്നു. ഏറ്റവും മനോഹരമായൊരു നിമിഷമായിരിക്കണം ഉണ്ണിയെ സംബന്ധിച്ചുള്ളത്, അല്ലേ? ഒരു അഭിമാനത്തിൻ്റെ, രണ്ടുപേർക്കും ഒരു അഭിമാനം തോന്നാവുന്നൊരു നിമിഷം. ഇവിടെ അഭിമാനം അച്ഛനാണോ ഉണ്ണിക്കാണോ ഏറ്റവും കൂടുതൽ ഉണ്ടായത്? ആ മുഹൂർത്തം ഒരു വിവരിക്കാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിന്ന് സിനിമ ഉണ്ടല്ലോ, അത് മാറ്റി നിർത്തിയാലും എന്നെ സംബന്ധിച്ചും വിഷ്ണുവിനെ സംബന്ധിച്ചും പാരലൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇവൻ എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നത് തൊട്ട് ഈ സിനിമ നാഷണൽ അവാർഡ് കിട്ടുന്ന വരെ, വിഷ്ണു അവാർഡ് മേടിച്ച് അതിൻ്റെ ബാക്കിൽ എൻ്റെ അച്ഛൻ നടന്നു വരെ എന്നെ സംബന്ധിച്ച് അവിടെയാണ് മേപ്പടി എന്ന സിനിമ അവസാനിച്ചത്. അതുവരെ ഈ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യം ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഒരു മാർക്ക് ഷീറ്റ് മേടിക്കാൻ വന്നത് 5ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോഴാണ്. അന്ന് മാത്സിൽ 17.5, 50 നിന്ന് 17.5 മാർക്ക് മേടിച്ചിട്ട് ഞാൻ ഫെയിൽഡായി. ആൻഡ് ഞാൻ എൻ്റെ മാഷിനോട് ടീച്ചറിനോട് പറയണേ ഒന്നുകൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ. അപ്പോൾ 17 കിട്ടിയപ്പോൾ ഹാഫ് മാർക്ക് കൊടുത്തിട്ട് 17.5 ആക്കിയതാണ്. പിന്നെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ അച്ഛൻ അന്ന് മാർക്ക് ഷീറ്റ് മേടിക്കാൻ വന്നതാണ്. ഫെയിലായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഭയങ്കര വിഷമമായി. ഞാൻ അച്ഛനെ നോക്കുന്നു. എൻ്റെ വിഷമം കണ്ടിട്ട് സാർ എനിക്കൊരു ഹാഫ് മാർക്ക് ഗ്രേസ് തരിക. അപ്പോൾ 18 ആയപ്പോൾ 50-ന് 18 മാർക്ക് ഞാൻ പാസ്സായി. പിന്നെ അച്ഛൻ സ്കൂളിൽ വന്നിട്ടില്ല. എനിക്ക് വേണ്ടി പിന്നെ അച്ഛൻ സ്റ്റേജ് കയറിയത് മേപ്പടേൻ്റെ നാഷണൽ അവാർഡ് മേടിക്കാനാണ്. എന്നെ സംബന്ധിച്ചത് ഇനി അങ്ങനത്തെ ഒരു നിമിഷം ഇനി ഉണ്ടാവില്ല. ഈ സിനിമ എനിക്ക് വെറും ഒരു സിനിമയല്ല, ബിക്കോസ് വ്യക്തിപരമായിട്ടും ആൻഡ് പ്രൊഫഷണലി എന്നെ ഒരുപാട് എന്താ പറയുക, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു സിനിമയാണ്. ഈ സിനിമയുടെ പേരിലാണ് എൻ്റെ അച്ഛൻ ED റെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനീ പടം ഞാനിപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂസിൽ ഞാനിപ്പോൾ ഈ സിനിമ എല്ലാം കഴിഞ്ഞല്ലോ. ഇത് ബിക്കോസ് ഈ സിനിമ എല്ലാം കഴിഞ്ഞ് ഐ തിങ്ക് എൻ്റെ ലൈഫിൽ നിന്നൊരു എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചാപ്റ്ററാണ്. പക്ഷേ ഐ ടെൽ യു വൺ തിങ്, എന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായല്ലോ. ഞാൻ സത്യത്തിൽ ഈ ഇൻ്റർവ്യൂവിൽ അതൊന്ന് സംസാരിക്കേണ്ടെന്ന് വെച്ചു. പക്ഷേ എന്തായാലും ലൈഫിൻ്റെ ഓരോ പോയിന്റിലും ഇതെല്ലാം കൂട്ടിക്കഴിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്. എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. സിനിമ റിലീസിനൊരു 10 ദിവസം മുന്നെയാണ് സംതിങ്, വളരെ അടുത്താണ് ഈ സിനിമയുടെ റെയ്ഡ് സംഭവിക്കുന്നത്. എൻ്റെ വലിയൊരു ബിസിനസ് ക്യാൻസലായി. ബിക്കോസ് ഈ സിനിമ ഇനി റിലീസായില്ലെങ്കിൽ, ബിക്കോസ് ED റെയ്ഡ് സംഭവിക്കുന്നത് നാഷണൽ എന്താ പറയുക, ഒരു സാധാരണ IT റെയ്ഡ് പോലെയല്ല. അത് അതിൻ്റെ ഗ്രാവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ രാജ്യദ്രോഹമാണ് വരിക. അപ്പോൾ ഇതുമായിട്ട് ബിസിനസ് സംസാരിക്കുന്ന ആൾക്കാർ പിൻവലിച്ചു. അപ്പോൾ ഈ സിനിമ വിതൗട്ട് ബിസിനസ്സാണ് പുറത്ത് റിലീസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഈ സിനിമയുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വാസ് മോർ ദൻ, സാധാരണ എൻ്റെ സിനിമയുടെ 80% ബഡ്ജറ്റ് ഞാൻ ഇതിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ റിലീസ് അല്ലെങ്കിൽ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടാണ് പ്ലഡ്ജ് ചെയ്തത്. വീട് പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. ഈ സിനിമ ഇതൊന്നും മറ്റേ ഒരു എന്താ പറയുക, അയ്യോ ഉണ്ണിക്ക് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ചിന്തിക്കരുത്. ഇത് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, സിനിമയിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് അതിൻ്റെ സിമ്പതി കിട്ടാൻ വേണ്ടിയല്ല പറയുന്നത്, ഞാൻ എൻ്റെ പ്രാക്ടിക്കൽസ് കാര്യം പറയാം. അപ്പോൾ ആ സമയത്താണ് ഈ സിനിമ റിലീസായതിനു ശേഷം ഞാൻ ഈ സംഘം ഈ സിനിമ
അല്ലെങ്കിൽ എവിടെ നിന്ന് ഉണ്ണിക്കോ എവിടെ നിന്നൊക്കെ പൈസ കിട്ടിയിട്ടാണ് സിനിമ എടുക്കുന്നതും പ്രൊഡ്യൂസറായെന്നൊക്കെയാണ് പിന്നെ വാർത്തകൾ വന്നതും ഇഷ്യൂസൊക്കെ സംഭവിക്കുന്നത്. നമ്മളിതിൻ്റെ ED പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ പൈസ എനിക്ക് കടം തന്ന ആൾ എനിക്ക് കടം തന്നതിന് ശേഷം 1-2 വർഷങ്ങൾക്ക് അപ്പുറത്ത് പുള്ളിയുടെ ബിസിനസ്സിൽ പുള്ളി എന്തൊക്കെയോ പ്രശ്നത്തിൽ പെട്ടു. അപ്പോൾ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പൈസ കിട്ടിയതുകൊണ്ട് ഈ അക്കൗണ്ട് ED ട്രാക്ക് ചെയ്യുകയും ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിമൂന്നൻ ഫിലിംസ് എന്ന കമ്പനിയിലേക്ക് പൈസ പോയിട്ടുണ്ട്. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഒരു എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു അടിപൊളിയാവട്ടെ അച്ഛന്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെ പേര് സർപ്രൈസായിട്ട് കൊടുത്തതാണ് ഞാൻ. സിനിമ കാണാൻ എൻ്റെ അച്ഛനമ്മ എൻ്റെ സിനിമകൾ കൃത്യമായിട്ട് കാണും. അപ്പോൾ അവർ തിയേറ്ററിൽ വന്നപ്പോഴാണ് നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെയും അമ്മയുടെ പേര് വന്നപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചൊരു മൊമെൻ്റായിരുന്നു. പിന്നെ അത് ഞാൻ എന്തിനത് ചെയ്തതെന്ന് ഞാൻ ഓർത്ത് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ബിക്കോസ് ഇവരെന്നെയല്ല വിളിക്കുക, അച്ഛനും അമ്മയും വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ അച്ഛന് പോയപ്പോൾ അച്ഛൻ മാനേജ് ചെയ്തു. പക്ഷേ എൻ്റെ അമ്മ അവർ വിളിച്ച ദിവസം അവിടെ ഈ ED ഓഫീസ് കയറുമ്പോൾ അവർ കയറുക ആൻഡ് അവിടെ വലിയൊരു ബോർഡുണ്ട്, ഒരു 4 feet നല്ല വീതിയുള്ളൊരു ബോർഡുണ്ട്. അതിൽ എൻ്റെ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ച് ഞാൻ എന്നെ റെയ്ഡ് ചെയ്തു, എന്നെ ഇത് ചെയ്ത് ആ ദിവസം മാത്രമാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഈ സിനിമ നമുക്ക് വേണ്ട ഉണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. എന്ന് വെച്ചാൽ ഞാൻ ആ ഓഫീസറിനോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ ചെയ്തു? ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു കടം മേടിച്ച ഒരാളാണ്. എനിക്ക് പൈസ തിരിച്ചു കൊടുക്കാനും ബുദ്ധിമുട്ടില്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അയാൾക്കും നിങ്ങൾക്കും 2 പേർക്കും തരാൻ പറ്റില്ല. ബിക്കോസ് ടൂ മച്ച് ആയിപ്പോകും. കടം മേടിച്ച പൈസ മാത്രം കൊടുത്താൽ പോരുന്നു. ഇവൻച്വലി ഞാൻ EDക്ക് ആ പൈസ കൊടുക്കുന്നു, ഞാൻ അതിൽ നിന്ന് പുറത്ത് വരുന്നു. ആൻഡ് എനിക്ക് ഈ സിനിമ ഞാൻ എന്തിനീ സിനിമ ചെയ്തു, വിജയിച്ചു, ഭയങ്കര പോസിറ്റീവായ ഫീഡ്ബാക്ക് ഉണ്ണി നന്നായിട്ട് അഭിനയിച്ചു, ഇത് ട്രാൻസ്ഫോർമേഷൻ നടത്തി, ഗുഡ് ഫീഡ്ബാക്ക്. ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന മറ്റ് ചില ഹിന്ദുത്വ അജണ്ട അതൊന്നും എന്നെ അയക്കുന്നില്ല. പക്ഷേ ഐ വാസ് ഇൻ ടു മച്ച് ഓഫ് സ്ട്രെസ് എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയുന്നത്, ഉണ്ണി നിൻ്റെ ഫോട്ടോ ഇങ്ങനെ അവർ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ഈ ഓഫീസറിനോട് പറയുകയും ചെയ്തു, അത് ടൂ മച്ച് ആയിപ്പോയി. ദാറ്റ് അവരുടെ ഗ്രൈൻഡിങ് പ്രൊസീജിയർ ഉണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഞാനതുകൊണ്ടാണ് പറഞ്ഞു, ഞാനൊന്നും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് ഞാൻ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ കൂടെ ഇരുത്തിയത് ഒരു ഭയങ്കര ഒരു ഗുണ്ടേനായിരുന്നു എന്തോ. അപ്പോൾ ഇയാളോട് സംസാരിക്കുന്ന അതേ രീതിയിൽ എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറയും ചെയ്തു. അപ്പോൾ പിന്നീട് ഞാൻ ഇവരുടെ ഈ പ്രൊസീജിയർ സ്റ്റഡി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, അത് നമ്മളിങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ഈ ദേശീയ പുരസ്കാരം കിട്ടിയല്ലോ, അന്ന് ഞാൻ എൻ്റെ അച്ഛന് ഒരു അടിപൊളി സഫാറി അത് തന്നെ ഇട്ടിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എനിക്കതൊന്നും ഇഷ്ടമില്ലല്ലോ, ഞാനല്ലേ നിങ്ങളത് ഇട്ടിട്ട് തന്നെ പോകണം, അത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ എനിക്കവർ ഒരു പാസ് തന്നു, ഉണ്ണിക്കും വരാൻ ദൂരം. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, നാഷണൽ അവാർഡ് എൻ്റെ അച്ഛനാണ്, അച്ഛൻ തന്നെ വന്ന് എടുക്കും, എനിക്കുള്ള നാഷണൽ അവാർഡ് ഞാൻ പിന്നെ ഞാൻ മേടിച്ചോളാം, അത് വേറെ. ഇത് എന്നെ സംബന്ധിച്ച് ഒരു മകൻ എന്ന നിലയിൽ ഈ സിനിമ എനിക്ക് ഭയങ്കരമായ അതായത് എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് ടൂ മച്ച് ഓഫ് ഗ്രൈൻഡിങ് ആയിപ്പോയി. എന്ന് വെച്ചാൽ വിഷ്ണു നന്നായിട്ട് അറിയാം. ബിക്കോസ് ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള കാരണം വേറെ ഒന്നുമില്ല. ആദ്യം നമുക്കൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പുള്ളിക്ക് എന്തോ ഭയങ്കര വയ്യായി. അപ്പോൾ അതിന് മുന്നേ പ്രൊഡ്യൂസർ ഒരു മാക്ടർ എന്ന് പറയുന്ന കമ്പനിയാണ്, വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അവർ ഒരു റോങ് ഫിനാൻഷ്യൽ തീരുമാനത്തിൽ എവിടേക്കോ ലോക്കായപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ചെയ്യണ്ട, പിന്നെ ചെയ്യാം. വേറൊരാൾക്ക് കഥ ഇഷ്ടപ്പെട്ടപ്പോൾ അയാളൊന്ന് വയ്യാണ്ടായി. മൂന്നാമത്തെ ഒരാൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പുള്ളിക്ക് ഇത് എങ്ങനെയാവും എന്താവും എന്ന് വിചാരിച്ചിട്ട് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറയും കുറയ്ക്കുന്നില്ല. ഇമ്മീഡിയറ്റ്ലി ശരി നമ്മൾ തന്നെ ചെയ്യാമെന്ന് വാശിയായി. ബിക്കോസ് ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ കാണാൻ പോയ വിഷ്ണു ഈ പ്രൊഡ്യൂസർ മാറി എന്ന് കേട്ടപ്പോൾ വിഷ്ണു തല ഇറങ്ങി വീണു. ഞാൻ അന്ന് വിഷ്ണുവിനോട് പറഞ്ഞ ഈ പടം ചെയ്തിട്ട് നീ അടുത്ത പടം ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് വാശിയായി. പിന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സാജൻ ചേട്ടനോട് സംസാരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ചെറിയ പ്രശ്നം എൻ്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ സിനിമയിലെത്തിയത് ഇപ്പോൾ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മലമറിക്കാനൊന്നുമില്ല. ഞാൻ സിനിമയിലെത്തിയത് ഭയങ്കര എനിക്ക് സിനിമയോട് ഇഷ്ടമാണ്. ഞാൻ എനിക്ക് തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ്, തിയേറ്റർ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവേ തിയേറ്റർ ഈ ഫോണിലും OTT പ്ലാറ്റ്ഫോമിൽ TV-യിൽ കാണുന്ന ആളല്ല ഞാൻ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഈ കേബിൾ സെറ്റപ്പ് സമ്മർ വെക്കേഷൻസിന് മാത്രമേ അമ്മ തരൂ. പിന്നെ 12 മാസത്തിൽ 10 മാസം TV ഓൺ ആവില്ല. ഈ 2 മാസം ആണ് എനിക്ക് അമ്മ TV ഓണാക്കി തരിക. സമ്മർ വെക്കേഷൻസ് ആയതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കില്ല. അപ്പോൾ എനിക്ക് പൊതുവേ TV കാണുന്ന സ്വഭാവമില്ല.
അപ്പോൾ ഈ ടി വിയിൽ വരുന്ന പരിപാടികളും അങ്ങനെയൊക്കെ ഭയങ്കര അങ്ങനെ ഒരു ക്യാച്ചില്ല എനിക്ക്. അപ്പോൾ സിനിമ തിയേറ്ററിൽ പോയി കാണുക അത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തിയേറ്റർ എക്സ്പീരിയൻസിലൂടെ ഒരു എന്താ പറയുക സ്റ്റാർ ആവണം, എൻ്റെ സിനിമകൾ ആൾക്കാർ കാണണം, ഇതൊക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് ഈ മേപ്പടിയൻ എന്ന സിനിമ ഈ ഒമിക്രോൺ വരുന്ന തൊട്ട് മുന്നെയാണ് ഞാൻ റിലീസ് ചെയ്തത്. 50% ഓക്യുപ്പൻസിയിൽ എവറി സൺഡേ അവിടെ ഓഫായിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഈ പൈസ ഞാൻ എങ്ങനെ തിരിച്ചെടുക്കുന്നു, ഈ പൈസ ഞാൻ ആർക്കാണ്. ബിക്കോസ് അമ്മയോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും തിരിച്ച് ഗുജറാത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ആ സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ട് ചേട്ടൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഞാൻ അച്ഛൻ സ്റ്റേജിൽ കയറി നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത ഓഫീസറിന് എനിക്ക് മെസ്സേജ് വന്നു, അച്ഛന് നാഷണൽ അവാർഡ് കിട്ടി, ഐ ആം വെരി പ്രൗഡ് ഓഫ് യു എന്ന്. എന്നെ സംബന്ധിച്ച് ഇത് പാരലലി വലിയ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതറിയോ, ഇത് ഞാൻ മരിക്കുന്നവരെ എനിക്ക് എന്താ പറയുക, ഓൺലി വൺ ടൈം എനിക്ക് ഭയങ്കര വിഷമമായി സിനിമയിൽ വന്നു പോയിന്ന്. അതുവരെ നമുക്ക് അങ്ങനെ ഒരു സംഭവമില്ല. ബിക്കോസ് ഈ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കേൾക്കുമ്പോൾ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ടൂ മച്ച് ഓഫ് സ്ട്രെസ്സ് വന്നു ആ ടൈമിൽ. ഈ ക്യാരക്ടറെ മാറിപ്പോയി. കേട്ട് കാണും ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിപ്പോയി. ഞാനതിൻ്റെയൊക്കെ ജസ്റ്റിഫിക്കേഷനായിട്ട് പറയുന്നില്ല. പറഞ്ഞു തന്നത് ഈ ആൾക്കാർക്ക് എന്താ നടക്കണമെന്ന് അറിയില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒറ്റയ്ക്ക് എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ ഫസ്റ്റ് ജനറേഷൻ ആക്ടർ ആയതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ സ്വഭാവത്തിൻ്റെ അറിയാലോ, നമ്മൾ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ് കുറച്ച്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കുറച്ച് ആലോചിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ ഡീൽ ചെയ്തേനെ. പക്ഷേ ഐ തിങ്ക് ഞാനൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വ്യക്തിത്വം കളയാൻ പാടില്ല എന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അതിലെനിക്കൊരു വാശിയുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും നേടാൻ ഇപ്പോഴത്തെ ഉള്ളിൽ ഒരുതരം വാശിയോടെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഈ എൻജോയ്മെൻറ്റ് എന്ന സാധനം ഉണ്ടല്ലോ. നമ്മളൊരു സിനിമ ചെയ്യുന്നു, നമ്മളത് വിജയിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ അച്ഛന് ഒരു ദേശീയ അവാർഡ്, എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ട് അങ്ങനെ വലിയൊരു ലഭിക്കുക എൻ്റെ മനസ്സിൽ ആ ഒരു പർട്ടിക്കുലർ നിമിഷത്തില്ലേ അച്ഛൻ തിരിച്ച് ഉണ്ണിയെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നു? എൻ്റെ അച്ഛൻ അങ്ങനെയല്ല, അങ്ങനെ ഭയങ്കര പ്രകടമായ ഇല്ല. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു, നിൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നെക്കുറിച്ച്, ലൈക്ക് ഹീസ് വെരി പ്രൗഡ് ഓഫ് മീ എന്നൊക്കെ. അതായിരിക്കാം ഉണ്ണിയുടെ ഏറ്റവും വലിയ നാഷണൽ അവാർഡ്. പിന്നെ എനിക്ക് എൻ്റെ പ്രോബ്ലം അതാണല്ലോ, എനിക്ക് എല്ലാം എക്സ്ട്രീമിലാണ് പോകുന്നത്. നമുക്കിങ്ങനെ ഒന്നും ഇങ്ങനെ അച്ഛനമ്മയ്ക്ക് പിന്നെ അതൊരു അച്ഛന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്തിനാ അച്ഛന് വിളിച്ച് അമ്മേനെയും വിളിക്കേണ്ടതെന്ന് ചോദിക്കും. അച്ഛൻ്റെ പേര് ആണ് മുകളിൽ വെച്ചത്. അപ്പോൾ ഞാൻ അടുത്ത പടത്തിൽ അമ്മയുടെ പേര് വയ്ക്കും. അങ്ങനെ ഒരു കോമഡി ആയിട്ട് പോയി. ലാൻഡിങ് മോശമായില്ല. ഭഗവാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെങ്കിലും നമ്മളെ ഉയരങ്ങളിലേക്ക് തന്നെ അതിൻ്റെ നേട്ടങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളത്. ഞാൻ അതാ പറയുന്നത്, എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എന്നൊന്നും എനിക്ക് ബേസിക്കലി ആ ഏരിയയിൽ പോകാൻ താല്പര്യമില്ല. പക്ഷെ എന്നാലും സംസാരിച്ച് പോകാം. എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇങ്ങനെയുള്ളൂ. എന്നെ സംബന്ധിച്ചാൽ അല്ല, വളരെ ലളിതമാണ്. ഇപ്പം നമ്മളെ ഈ സംഗീത ചാർത്തുമ്പോഴും നമുക്ക് അങ്ങനെയല്ല ഞാൻ അതിൻ്റെ ഒരു ബേസ് പറയുകയാണ്. ഇപ്പോൾ അങ്ങനെയാണ് ബന്ധമെങ്കിൽ എനിക്ക് ED റെയ്ഡ് വേണമെങ്കിൽ ഒഴിവാക്കാം. സ്വാഭാവികമായിട്ടൊരു മാധ്യമപ്രവർത്തനത്തിൽ എൻ്റെ തോന്നലാണ്. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അത് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റിന് തന്നെ സംഭവിക്കുക, അതിന് ഇങ്ങനെ തീക്ഷ്ണമായ അനുഭവങ്ങൾ നേടേണ്ടി വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം ഞാൻ പോലും പറഞ്ഞത്. അങ്ങനൊരു ED വിഷയം ഉണ്ടായിരുന്നു എന്നുള്ള എല്ലാവരും അന്ന് അറിഞ്ഞാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പശ്ചാത്തലം വേറൊരു ആളുടെയാണ്. ഈ ഞാനൊരു പബ്ലിക് ഫിഗറായി പോയി. ഞാൻ പിന്നെ എന്തോ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടമല്ല, കുറച്ച് പേർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ ഇപ്പം മീഡിയാസ് ആണെങ്കിലും ആക്ച്വൽ ഇഷ്യൂ എന്താണെന്ന് ആരും എഴുതിയില്ല. എൻ്റെ ചെറിയൊരു വിഷമം എന്ന് വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂ എന്താണെന്ന് അറിയില്ലേ. റെയ്ഡായി എന്ന് മാത്രമല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, റെയ്ഡായി ഇനി അടുത്ത ന്യൂസിൽ വരുമല്ലോ, ഇന്ന കാരണം കൊണ്ട് ഇന്ന ആൾക്ക്. ഒന്നും വന്നില്ല. എൻ്റെ ഒരു വിഷയവും എൻ്റെ പേരും ഒരു ഹെഡ്ലൈനും അന്ന് ഈ ED ഓഫീസർ ഇട്ട പോലെ തന്നെ എനിക്ക് പിന്നെ വിചാരിച്ചു, ഓക്കെ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. ഇപ്പോൾ നമ്മൾ സിനിമയിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ബി എന്ന രീതിയിൽ പോയി. മറ്റേത് മാത്രം ഒന്ന് മാറ്റിയെടുക്കണം. ബിക്കോസ് അമ്മയ്ക്കുണ്ടായ ഒരു വിഷമം ദാറ്റ് ഈസ് നാളെ അമ്മ മാറ്റി പറയണം. അത് വരും. അതിനുള്ള അവസരങ്ങൾ ദൈവം തന്നെ തരട്ടെ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് വെച്ചാണ് എനിക്ക് തോന്നുന്നത്, വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അതിനെ മാർക്കറ്റ് ചെയ്തത്. ഒന്ന് ആലോചിക്കണം, അതിൻ്റെ സംവിധായകൻ പുതുമുഖമാണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പുതുമുഖമാണ്.
ഉണ്ണിമൂന്തൻ ഫിലിംസിൻ്റെ ഒരു വലിയ ഒരു പ്രൊഡ്യൂസറും പുതിയ ആളാണ്. അതെ അതെ അതുമായിരിക്കും. അല്ല എന്നാലും നിങ്ങൾ തീരുമാനം എടുക്കാണ്, അതിൻ്റെ കോൺഫിഡൻസ് എന്തായിരുന്നു ശരിക്കും? നല്ല സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യം. എൻ്റെ ലൈഫിൽ എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് ഒരുപാട് പരാജയങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് വിജയങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ വിജയങ്ങൾ കുറച്ച് വലിയ വിജയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് അതിൻ്റെ ഗ്രാവിറ്റി, ഇപ്പോൾ മല്ലു സിംഗ് ഹിറ്റായപ്പോൾ ആ പടം തിയേറ്ററിൽ കാണാത്ത ആളാണ് ഞാൻ. എനിക്ക് ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ ഹിറ്റുകൾ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇതുവരെ. എന്നുവെച്ചാൽ ഞാൻ മല്ലു സിംഗ് ഹിറ്റ് അടിച്ചപ്പോൾ ഞാൻ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പിണങ്ങിയിട്ടാണ് പോയത്. ബിക്കോസ് എൻ്റെ ഡബ്ബിങ് എൻ്റെ സൗണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, XYZ റീസൺ കൊണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് പിണങ്ങി. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇത് പറയാം എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പണിയെടുത്തിട്ട് സൗണ്ട് മാറ്റി കളഞ്ഞപ്പോൾ കുറച്ച് പേര് അനുകൂലിച്ച്, കുറച്ച് പേര് പറഞ്ഞു അത് ശരിയായിട്ടില്ല, അതുകൊണ്ടാണെന്ന്. അങ്ങനെ പിന്നീട് ഞാൻ അറിഞ്ഞു മമ്മൂക്കയുടെയും സുരേഷ് ചേട്ടൻ്റെയൊക്കെ തുടക്കത്തിൽ. അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയില്ല, ഇത് പറഞ്ഞു തരാൻ ആളില്ല. മാത്രമല്ല ഞാൻ ഭയങ്കര ഒരു പെട്ടെന്ന് വേണമെങ്കിൽ പോകും. ഞാൻ നേരെ ഗുജറാത്തിൽ. പിന്നെ ഞാൻ വരുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. 9 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പടം ഇവിടെ ഭയങ്കര ഹിറ്റും എന്നെ മല്ലു സിംഗ് എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴത്തേക്കും സിനിമകളൊന്നുമില്ല, ഞാൻ മാറി നിൽക്കുന്നതുകൊണ്ട്. അപ്പോഴാണ് ബി ഉണ്ണികൃഷ്ണൻ ചേട്ടനും സേജ് ചേട്ടനും ചേർന്ന് എനിക്ക് ഐ ലവ് മീ എന്ന സിനിമ തരുന്നതും. പപ്പടൻ എനിക്ക് ജയേട്ടൻ്റെ കാലിനെന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് പാതിരാമണം എന്നൊരു സിനിമ, ഞാൻ നിന്ന് പോയ സിനിമയാണ്, അത് ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ ഏറ്റവും വലിയ വിജയം കരിയറിൽ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ക്ലിപ്പിംഗ് മാത്രം കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ആൾക്കാർ വിസിലടിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഇത് എൻ്റെ സിനിമയാണ്, ഇത് എനിക്ക് വേണ്ടിയാണെന്ന്. അപ്പോൾ ദെൻ ഐ വാസ് ലൈക്ക്, എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ മൊമെൻറ്റ് ഞാൻ എൻ്റെ എന്താ പറയുക ഇൻഎക്സ്പീരിയൻസും എൻ്റെ ഒരു ആ പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് ഓക്കെ നമുക്കിനി ശരിയാക്കി എടുക്കാമല്ലോ. സോ അതിനു വേണ്ടി പിന്നെ ഒരു എഫേർട്ടായിരുന്നു. ലാസ്റ്റ് വന്ന് മാളികപ്പുറം അല്ലെങ്കിൽ മേപ്പടി എന്ന സിനിമകളിലേക്ക് എനിക്ക് വിജയങ്ങൾ, എൻ്റേതായ സിനിമകൾക്ക് ഒരു വിജയം വരാൻ തുടങ്ങിയപ്പോൾ വിവാദങ്ങളുടെ ഇടയിൽ പെട്ട് ഈ തിയേറ്റർ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണെന്ന്. ചേട്ടനെ അറിയായിരിക്കും, ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രിമെൻറ്റിൽ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് ഞാൻ കാരവാനിൽ പോയിരിക്കുന്ന ആളല്ല. ഞാൻ ഭയങ്കരമായിട്ട് അതിൻ്റെ ഓരോ ചെറിയ പ്രോസസ് ടു എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. ബിക്കോസ് ഈ സിനിമയിലേക്ക് എത്തിയത് തന്നെ ജസ്റ്റ് ഒരു അഭിനേതാവായി നിൽക്കാൻ അല്ല. എൻ്റെ പ്രൊഫൈലിൽ ഞാനിപ്പോൾ പാട്ട് എഴുതിന് എനിക്കിത് പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പാട്ട് പാടും. എനിക്കൊരു എഴുതാൻ എൻ്റെ കണ്ണൻ താമരകളും ഒരു ദിവസം പറഞ്ഞു, ഒരു പാട്ടിങ്ങ് പാടിക്കോ, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റാവുന്ന പാട്ട് എന്ന് ഞാൻ പാട്ട് എഴുതിക്കോളാം എന്ന് പറഞ്ഞു. ശരി എഴുതിക്കോന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് പാട്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ പാടിയതാണ്. വാട്ട് ഐ എം ട്രൈങ് ടു സീ ദാറ്റ് ഇത് ഒരു വലിയൊരു പ്രോസസ്സിൽ പെട്ട് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യം ഒന്നും നമുക്കിങ്ങനെ സെറ്റാവുന്നില്ല. ഉണ്ണിമൂന്നൻ ഫിലിംസ് അല്ലെങ്കിൽ മേപ്പടി എന്ന സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം വിഷ്ണു എൻ്റെ അടുത്ത് കഥ പറയുന്നു. ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു ഇത് ഈ സിനിമ ഈ സംവേർ ഞാൻ ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്യണം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വലിയ പുറമേ നിന്ന് വന്ന ഒരാളാണ്. വിഷ്ണു അതേപോലെ. അപ്പം വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരാൾക്കെങ്കിലും എന്നിലൂടെ സിനിമയിലേക്ക് എനിക്കൊരു എൻട്രി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഇറ്റ് ബി എ ഫെയർ തിങ്. ഓക്കെ, എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു അവസരം എനിക്ക് വേറൊരാൾക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയത് അത് നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് വിഷ്ണു ഭയങ്കര ടാലൻറ്റഡ് റൈറ്ററാണ്. മേപ്പടി എന്ന സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പൊളിറ്റിക്കൽ വൈസോ സോഷ്യൽ സമയത്തോ അല്ലെങ്കിൽ റിവ്യൂയിങ്ങിലോ, അല്ലെങ്കിൽ നല്ല സിനിമയായിരിക്കും, മോശം സിനിമയായിരിക്കും. പക്ഷേ വിഷ്ണു എന്ന ആൾ എഴുതിയ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ പ്ലേയിൽ ഒന്നാണ് ഒരു കുടുംബചിത്രം. അതിലൊരു ക്രൈമോ മറ്റൊന്നുമില്ല. പക്ഷേ എഡ്ജ് ഓഫ് ദ സീറ്റ് ഫാമിലി സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിച്ച സിനിമയാണ്. ഞാനെന്ന ആക്ടറിന് ഒരു പുതിയ ഡയമെൻഷൻ തന്ന സിനിമയാണ്. ദാറ്റ് ഇസ് ഒരുപാട് പേര് ഇപ്പോൾ സിബി മലയിൽ സാർ ആദ്യമായിട്ട് എന്നെ വിളിച്ച് അഭിനന്ദിച്ച ഒരു സിനിമയാണ്. അതിൽ 2 രീതിയിൽ അഭിനന്ദിച്ച്, നിൻ്റെ ആക്ടിങ് വളരെ നന്നായിരുന്നു. മാത്രമല്ല ഉണ്ണിക്കൊരു ടൈമിൽ ഉണ്ണിക്കൊരു ആക്ഷൻ ഇമേജ് ഉണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ ഒരു ആക്ഷൻ ഇമേജിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പുതിയ റൈറ്റർ ചേട്ടൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ. ഉണ്ണിയുടെ കരിയറിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു ആളാണ് ലോഹി സാറ്. ലോഹിയേട്ടൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ലോഹി സിനിമകളുടെ സ്വാധീനം, അങ്ങനെ തന്നെ പറയണം, സിനിമകളുടെ സ്വാധീനം ഉണ്ണി ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ണിയുടെ കലാകാരനിലുണ്ടോ? അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ്. അതിന് മുന്നേ ഒരു ടെക്നീഷ്യൻ ലെവലിലും എനിക്ക് സാറിനെ കൂടുതൽ പരിചയമില്ലാത്ത സമയത്താണ് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടത് ലോഹി സാറിൻ്റെ. ഞാൻ റിയലൈസ് ചെയ്തത് പുള്ളി ഒരു വളരെ സാധാരണ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളും എന്നാൽ ഒരു കഥാപാത്രത്തിൻ്റെ ഇമോഷൻ, ഇപ്പോൾ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കിരീടം സിനിമയുടെ ക്ലൈമാക്സ് 1.5 ദിവസം കൊണ്ട് ഒറ്റ ഇരിപ്പിൽ എഴുതിയ ആളാണ്.
അപ്പോൾ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുമെന്ന് പുള്ളിക്ക് ഫീൽ ചെയ്ത് എഴുതുക, അങ്ങനത്തെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിക്കോസ് ഒരാൾ പറയാണ് ഞാൻ സേതുമാധവൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് കരഞ്ഞുകൊണ്ട്, പക്ഷേ എഴുതുന്നത് സാറ് തന്നെയാണ്. സോ ആ ഒരു കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ഒരു എഴുത്തുകാരിൽ നിന്ന് മാറി കഥാപാത്രമായി മാറി. അപ്പോൾ സേതുമാധവൻ എഴുതുന്ന പോലെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് മേപ്പടിയാൻ അങ്ങനത്തെ സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് പക്ഷേ എല്ലാവരും പച്ചയായ ഒരു ജീവിതം അതിനകത്തുണ്ട് നമ്മുടെ ജീവിതം. ഞാൻ എൻ്റെ അടുത്ത് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ ഈ നൂറ്റാണ്ടിലുണ്ടോയെന്ന് വെച്ചാൽ, ഒരു നോ പറയാൻ, ഒരു മേപ്പടിയാനിലെ ജയകൃഷ്ണൻ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പടം തീർന്നു തന്നെ. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ബിക്കോസ് എനിക്കങ്ങനെ 1-2 പേരെ അറിയാം. അതിലൊരാൾ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ ഇവിടുന്ന് ഈ കേരളത്തിൽ നിന്ന് പോയി, കേരളം വിട്ട് തന്നെ അച്ഛന് കടം ബാധ്യതയൊക്കെ ആയിട്ടാണ്. അതും അച്ഛൻ്റെ ഒരുപാട് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അവിടുന്ന് ഗുജറാത്തിൽ പോയിട്ട് എങ്ങനെയൊക്കെയോ ലോണൊക്കെ എടുത്ത് ഒരു ജോലി കണ്ടുപിടിച്ച് വീടൊക്കെ വെച്ചിട്ട് ആ വീട് വേറൊരാൾക്ക്, വേറൊരു അങ്കിളിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ വീട് പ്ലഡ്ജ് ചെയ്യാൻ കൊടുത്തു. അയാൾ ആ പൈസ എടുത്തിട്ട് പോയി. അപ്പോൾ ഓൾറെഡി വീട് മേടിക്കാനുള്ള ലോണും പിന്നെ വേറെ സ്ഥലത്ത് പ്ലഡ്ജ് വെച്ച് പൈസയും വെച്ചിട്ട് എൻ്റെ അച്ഛൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ എന്തിൻ്റെ. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അച്ഛൻ്റെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് വേറെ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ശമ്പളം കൂടും, അപ്പോൾ ഈ പലിശയും കാര്യങ്ങളൊക്കെ അടക്കി കൊടുക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല ഉണ്ണി, അത് ആ ടൈമിൽ അച്ഛൻ ഗുജറാത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് അഹമ്മദാബാദിൽ വന്നപ്പോൾ അച്ഛന് ആ സമയത്ത് ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സപ്പോർട്ട് വേറെയാണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവരെ വിട്ട് പോകാൻ പാടില്ല. അത് എനിക്കൊരിക്കലും അത് സെൻസിബിളായിട്ട് തോന്നിയില്ല. നമുക്ക് ഇത്രയും ഇങ്ങനത്തെയൊക്കെ ഭാഷ പിടിച്ച് നിൽക്കേണ്ട വല്ല കാര്യമുണ്ട്. ബിക്കോസ് അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഞാൻ. ആ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണെന്ന് എനിക്ക് പറ്റില്ല. ഞാൻ ചിലപ്പോൾ നമ്മൾ കുടുംബം കാര്യങ്ങൾ നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ പോയാണ്. പക്ഷേ എൻ്റെ അച്ഛനെ കൊണ്ട് പറ്റിയതുകൊണ്ടും അത്തരം അനുഭവങ്ങൾ എനിക്കുള്ളതുകൊണ്ടും എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ, ഇപ്പോൾ അച്ഛൻ ഭയങ്കര എപ്പോഴും എന്നെ ഇതുവരെ അടിച്ചിട്ടില്ല അച്ഛൻ. അതുകൊണ്ട് അച്ഛനെ മാത്രമേ ഉള്ളൂ പേടി. എനിക്കങ്ങനെ ആൾക്കാരൊന്നും പേടിയില്ല, പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര പേടിയാണ്. ബിക്കോസ് എന്നെ ഇതുവരെ ഒരു വേറെ രീതിയിൽ ഡീൽ ചെയ്തിട്ടില്ല. അമ്മ എന്നെ കാര്യമായിട്ട് അതിൻ്റെ എല്ലാം ക്ലിയർ ചെയ്തെങ്കിലും വാട്ട് ഐം ട്രൈങ് ടു സേ ദാറ്റ് ഇത്തരം ക്യാരക്ടേഴ്സ് നമുക്ക് തോന്നില്ല. ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഉദാഹരണം എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ജയകൃഷ്ണൻ്റെ ക്യാരക്ടർ എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ച് ഈ ട്രോമയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ആ ജയകൃഷ്ണൻ എന്ന സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഇതാ പോകുന്നു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞു. ഞാനും വിഷ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗ്രേറ്റ് മെമ്മറി. അങ്ങനെ ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം. കാലം തിരിച്ചു നൽകിയ ഒരു കാവ്യനീതിയാണ് അല്ലേ അത്? അല്ലേ അച്ഛന് പോയത് വേറെ തരത്തിൽ കിട്ടുന്നത്? അതെ, അച്ഛനും ഒരുപാട് സന്തോഷമുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനും എൻ്റെ ചേച്ചിയാ പോയിട്ടുണ്ട്. അല്ല, അച്ഛൻ എന്തുകൊണ്ട് ഇത് പ്രകടിപ്പിച്ചതിനുള്ള ഉത്തരവും കൂടിയാണിത് ശരിക്കും. ഈ ഇതെല്ലാം സഹിച്ച് ഒരുപാട് കൂടിയുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ഈ കുറച്ച് കാലങ്ങൾ നമുക്ക്, ഞാൻ ഈ ജാതകത്തിലൊക്കെ ഭയങ്കര വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര മോശം സമയം. ബട്ട് അതിജീവിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ സംഭവമാട്ടോ. മാത്രമല്ല എൻ്റെ ഓണർ ആൻഡ് ഡിഗ്നിറ്റി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. മാത്രമല്ല ആ സമയത്താണ് സിനിമയിൽ വിജയങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ മൊത്തത്തിലൊരു ഭയങ്കര എന്തൊക്കെയോ സമയം വെച്ച് നോക്കാം. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനോടൊട്ടും ഇതെന്ത് പറയണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ എടുക്കുക. പക്ഷേ വ്യക്തിപരമായിട്ട് എൻ്റെ എന്താ പറയുക ചിന്തകളിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് പൊതുവെ അങ്ങനെ വിളിച്ച് ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ ഒരാളെ വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കില്ല. അങ്ങനെ എനിക്ക് വിചാരിക്കുന്നുണ്ടോ പൊളിറ്റിക്കൽ അതൊന്നും ഞാൻ ആരെയും വിളിക്കാറില്ല. എനിക്ക് അങ്ങനത്തെ ചില ഈഗോ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയാലും ഞാൻ തന്നെ എങ്ങനെയെങ്കിലും കയറി വരുന്ന ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ ഫോൺ കോൾ അല്ലെങ്കിൽ മോശം സമയം നടക്കുമ്പോൾ ഇന്ന ആളെ വിളിച്ച് കഴിഞ്ഞാൽ 4 സിനിമ കിട്ടും. ഞാൻ വിളിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഓക്കെ അങ്ങനെ ഒരു കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനിതിൽ വന്നത്. പതിയെ വന്നോളും. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട 2 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്: കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും. ഇത് രണ്ടും ആവശ്യത്തേക്കാൾ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. അത് ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു.